ഞാനിപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ട് ടെർമിനൽ 3-ലാണ്. ഇപ്പോൾ ഉള്ളത് ടെർമിനൽ 1-ലും. ഇന്ന് മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണി. 2 ദിവസം മുമ്പ് കുറച്ച് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഒരുപാട് എൻക്വയറീസും വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എയർപോർട്ട് ഓപ്പൺ ആയോ എന്നുള്ളത്. നിങ്ങൾക്ക് ടേക്ക് ഓഫ് എല്ലാം കാണാം. എമിറേറ്റ്സും ഫ്ലൈ ദുബായ് മാത്രമല്ല, സൗദി എയർലൈൻസ്, ഇൻഡിഗോ, PIA അങ്ങനെ ഒരുപാട് എയർലൈൻസ് തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ദുബായ് എയർപോർട്ട് മാത്രമല്ല, ഷാർജ എയർപോർട്ട്, അബുദാബി എയർപോർട്ട്, റാസൽ ഖൈമ എയർപോർട്ട് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ 100% ബാക്ക് ടു നോർമൽ ആയിട്ടില്ല. എല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് സർവീസസ് റൺ ചെയ്യിക്കുന്നത്. ഈ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ 8 അല്ലെങ്കിൽ 9, 10, 11 തീയതികളിലെ പല ഫ്ലൈറ്റ്സും ക്യാൻസൽ ആകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന ഫ്ലൈറ്റ്സ് എല്ലാം നോർമൽ മാത്രമല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹെവി റേറ്റ് ഇതിനകത്ത് വരാനും കാരണം. ഓരോ യാത്രക്കാരൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടും ദുബായ് എയർപോർട്ട് ഇത്ര പ്രശ്നങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു സർവീസ് റൺ ചെയ്യിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇനി ബാക്ക് ടു നോർമൽ ആണെങ്കിൽ ഒരു 18-20 തീയതി എങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല, ഇതേപോലെ ഓക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ 18-20 തീയതിക്ക് ആകുമ്പോഴത്തേക്കെങ്കിലും ഇതൊക്കെ ഓക്കെ ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെയല്ല, ഈ ഒരു ദിവസം അതായത് 24 മണിക്കൂറിൽ 700-800 ഫ്ലൈറ്റിൻ്റെ സർവീസസ് ഇവിടുന്ന് നടക്കുന്നത് കാണാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്.